ജാർഖണ്ഡ് പരീക്ഷാ ക്രമക്കേടിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇഡി. സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് ഇഡി കേസ് രജിസ്റ്റർ ചെയ്തത്. ജാർഖണ്ഡ് PSC മുൻ ചെയർപേഴ്സൺ എൽ ഖിയാങ്തെ അറസ്റ്റിലാവുകയും ചെയ്തു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഏറ്റവും അവസാനം ഇപ്പോൾ ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിൽ നടപടി ഉണ്ടായിരിക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് ഇഡി മുന്നോട്ട് വരികയാണ്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇപ്പോൾ സംസ്ഥാന CID ആണ് ഈ ചെയർമാനെ, അതായത് മുൻ ചെയർമാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എൽ ഖിയാംതെയാണ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള പ്രത്യേക CID വിഭാഗമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 14ാമത് ഈ PSC പരീക്ഷയിൽ നടത്തിയ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി CID സംഘം ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് ഇതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് സ്ഥിരീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടുകൂടി 3 PSC അംഗങ്ങൾ നേരത്തെ രാജി സമർപ്പിച്ചിരുന്നു. ഏതായാലും PSC അംഗങ്ങൾക്കും ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഏതായാലും വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ളൊരു മാർച്ച് വിധാനസഭയിലേക്ക് നടത്തിയിരുന്നു. മാർച്ച് അക്രമാസക്തമായിരുന്നു. പോലീസ് ജലപീരങ്കിയും ലാത്തിച്ചാർജും പ്രയോഗിച്ചിരുന്നു. വിദ്യാർത്ഥികൾ ഒരേ ഒരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്, ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നുള്ളത്. എന്നാൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും അടങ്ങുന്ന സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് CBI അന്വേഷണം എന്നുള്ള ആവശ്യത്തെ അവർ നിരാകരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജാർഖണ്ഡിലാണ് പരീക്ഷാ ക്രമക്കേടിൽ ഇപ്പോൾ ED കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്.